ഏതാണ്? ബസ് സ്റ്റാൻഡിലേക്ക് ഓടിച്ചിട്ട് അടിക്കുകയാണ് പോലീസ്. ആളുകളെല്ലാം നമ്മുടെ സ്ക്രീനിൽ കാണാം ചെന്താമര നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര. ഇതാ ചെന്താമര, ഇതാ ചെന്താമര, അതാ കാണൂ ചെന്താമര, ചെന്താമര. എന്തൊരാവേശം അല്ലേ പത്രക്കാർക്കും ഈ പറയുന്ന TV-കാർക്കും. എന്തൊരാവേശം. ചെന്താമരയെ പിടിച്ചു, അവനെ കൊണ്ടുവന്നു. അടുത്ത അവിടെ കൂടി നിന്ന ജനങ്ങളെ, പ്രതിഷേധത്തിന് വേണ്ടി പ്രതിഷേധിച്ച് കൂടി നിന്ന ജനങ്ങളെ ഒരു നോക്ക് അവനെ കാണണം എന്ന് പറഞ്ഞു കൂടി നിന്ന ജനങ്ങളെ ലാത്തി ചാർജ് വീശിയതും പോരാ, അതിനപ്പുറം എന്ത് ചെയ്തു? പെപ്പർ സ്പ്രേയും കൂടി അടിച്ചു കൊടുത്തു അവന്റെയൊക്കെ മൂഞ്ചിയിൽ. പെപ്പർ സ്പ്രേയും അടിച്ച് ആ നീറ്റലിൽ ഓടിയ നാട്ടുകാരുടെ ബാക്കിൽ ലാത്തിയും കൊണ്ട് ഒരു പോലീസുകാരൻ കളരി കാണിക്കുന്നു. അവന്റെ ആവേശം കാണണം. ഓടിച്ചിട്ട് അടിക്കുകയാണ് പോലീസ്. ആളുകളെല്ലാം ഹാഷ്മി ദൃശ്യങ്ങളിൽ കാണാം വലിയ രീതിയിൽ ആളുകളെ പിരിച്ചുവിടുന്നതിന് വേണ്ടി ആ പോലീസുകാരന്റെ ആവേശം. അവൻ അവിടെ നിന്ന് കളരി കാണിക്കുന്നു. ഈ ജനങ്ങളുടെ രോഷാകുലരായ ജനങ്ങൾ വന്ന് അവനെ കാണണമെന്ന് പറയണം. അവനെ കാണണമെന്ന് ആ ജനങ്ങൾ അവിടെ നിന്നു. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിൽ ഇന്ന് തീ വെച്ചെന്നെ. അത്രയ്ക്ക് വിഷമം ഉണ്ടാവും. ഈ ആവേശമൊന്നും, പെപ്പർ സ്പ്രേ അടിക്കാനും ലാത്തി വീശാനുമുള്ള ആവേശമൊന്നും ഈ പൊടിക്കുട്ടിയും തന്ത്യാനും കൂടി വന്ന് എന്റെ അമ്മയെ കൊന്ന ഒരുത്തൻ വീട്ടിന്റെ ഫ്രണ്ടിലും അവിടെ ഇരുന്ന് വാളിങ്ങനെ കിടന്ന് എന്ത് ചെയ്യുന്നു? മൂർച്ച കൂട്ടുന്നു. നമ്മളെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ കണ്ടില്ല. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഒരു നടപടിയും എടുത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. എന്തൊരു കഷ്ടമാണെന്ന് നോക്കിക്കോണം. എന്തൊരു സങ്കടം, എന്തൊരു ഒരു ദുരന്തമാണ് അവരുടെ വീട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. സ്വന്തം അമ്മയെ 5 കൊല്ലം മുമ്പ് ഒരു പരനാറി വന്ന് വെട്ടിക്കൊല്ലുന്നു. ആലോചിച്ച് നോക്കണം. എന്നിട്ട് 5 കൊല്ലം കഴിഞ്ഞ് അവൻ ജാമ്യത്തിൽ ഇറങ്ങി വന്ന് അതേ അവന്റെ കൈ കൊണ്ട് അവളുടെ അച്ഛനെയും അവളുടെ അമ്മുമ്മയും കൊല്ലുന്നു. ആ 2 പെൺകുട്ടികളുടെ സ്ഥിതി ആലോചിച്ച്, അവരുടെ മാനസിക നില നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് എവിടെ കൊണ്ട് അവർ ഈ സങ്കടം തീർക്കും? ഇത്രയും കാലം അമ്മയെ കൊന്നു എന്ന് പറഞ്ഞ് അവനെ വെട്ടിക്കൊല്ലാനുള്ള കലി ഇവർക്ക് ഉണ്ടായി കാണും. എന്നിട്ട് അവൻ തൊട്ടടുത്ത് വന്ന് താമസിക്കുക, വീണ്ടും കത്തി ത്യാഗിക്കൊണ്ട് ഇനിയും എനിക്ക് കൊല്ലാനുണ്ട്, ഇനിയും എനിക്ക് 5 പേരെ കൊല്ലാനുണ്ടെന്ന് തുറന്നിങ്ങനെ കണ്ണി കാണുന്നവർക്ക് എല്ലാവർക്കും ഈ ഭ്രാന്തൻ സൈക്കോ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് പേടിച്ച് ഈ പറയുന്ന പെൺകുട്ടിയും തന്ത്യാനും വന്ന് ഈ പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുക്കുക. അവൻ തൊട്ടടുത്ത് വന്ന് താമസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോലും അവനെ പതുക്കെ വീട്ടിൽ വിളിച്ചു വരുത്തി എന്ത് ചെയ്തു? ഉപദേശിച്ചു വിട്ടു, നീ അവിടെ പോകരുതെന്ന്. അവൻ വെട്ടിക്കൊന്നു. ആ പാവ 2 പെൺകുട്ടികളുടെ അമ്മേനെ ആദ്യം കൊന്നു, അച്ഛനെയും ഇപ്പൊ അത് അമ്മുമ്മേനും നിഷ്ഠൂരം വെട്ടിക്കൊന്നു. ഇതെന്ത് നിയമം? ഇതെന്ത് പോലീസ്? എന്ത് തേങ്ങയ്ക്കാണ് നീയൊക്കെ ഇരിക്കുന്നത്? എന്ത് തേങ്ങ എടുക്കാൻ വേണ്ടിയിട്ടാണ് നീയൊക്കെ ഇരിക്കുന്നത്? ഇതെങ്ങനെ പറയാതിരിക്കും? ഈ മൈത്താണ്ടികളെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു നോക്കെ. ഒരു തള്ളയെ കൊന്നു, വീണ്ടും വന്ന് എന്നെയും എന്റെ അച്ഛനെയും നമ്മുടെ കുടുംബം മൊത്തം തീർക്കുമെന്ന് നമ്മൾ നാട് നീളെ കിടന്ന് വെല്ലുവിളിക്കുന്നു. അത് പേടിച്ച് പാവങ്ങൾ വന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പിന്നെ എവിടെ പോയി പറയും? അവര് എവിടെ പോയി പറയവിടെ? ഈ 2 ജീവൻ ആരാ ഉത്തരവാദി? ഈ പോലീസുകാരല്ലേ? ഈ നിയമമല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. വേറെ ആരെങ്കിലും ഈ പോട്ട് ശരി അമ്മയെ കൊന്നു, എന്നിട്ട് അതേ കൊലയാളിയുടെ കൈ കൊണ്ട് തന്നെയാ അതും ഇങ്ങനെ നിരന്തരം ആ കുട്ടികളുടെയൊക്കെ ആ വേദന പേടി ആലോചിച്ചു. തൊട്ടടുത്ത് നിൽക്കുക, അമ്മയെ കൊന്ന കൊലയാളി തൊട്ടടുത്ത് നിൽക്കുക. അവൻ ഡെയിലി ഇരുന്ന് കത്തിരാവുകയാ, അടുത്ത നീയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണി കാണുന്നവരെല്ലാവരും പറഞ്ഞോണ്ടൊക്കെ ഞാൻ ഇനി എവരെ കൊല്ലുമെന്ന്. ഇത് കേട്ട് പേടിച്ച് ഈ കുട്ടികൾ വന്ന് സ്റ്റേഷനിൽ വന്ന് നിരന്തരം പറയുക, സാറേ എന്നെ രക്ഷിക്കണം, എന്റെ അച്ഛനെ ഇനി അവർ കൊന്നുകളയും, എന്നെ കൊന്നുകളയും എന്ന് പേടിച്ചരണ്ട് രാത്രി ഉറങ്ങാനും കൂടി കഴിയാതെ അച്ഛന്റെ നെഞ്ചിൽ കെട്ടിപ്പിടിച്ചറിഞ്ഞിട്ട് കിടങ്ങ ഈ പെങ്കൊച്ച് എപ്പോഴാണ് കയറി വന്ന് വെട്ടണേന്ന് അറിഞ്ഞുകൂടാ. പറഞ്ഞിട്ട് പോലും പോലീസുകാരന്മാരെ കമാന്നൊരു അക്ഷരം തിരിഞ്ഞു നോക്കില്ല. എല്ലാം അവൻ വന്ന് വീണ്ടും വെട്ടിക്കൊന്നിട്ട് അവൻ കാടി കയറി ഒളിച്ചു. ഇപ്പം പിടിച്ചു. എന്നിട്ട് ചെന്താമര പോലീസുകാരന്റെ അവൻ കണ്ടോ? അവൻ ലാത്തി ചാർജ് വീശിയതും പോരാ, പെപ്പർ സ്പ്രേ അടിച്ചത് ഇവിടെ ഓട്ടിച്ചിട്ട് അടിച്ചിട്ട് അവൻ അവിടെ കിടന്ന് കളരി കാണിക്കുന്നു ആറികള്. അപ്പൊ അവിടുത്തെ ആ ജനങ്ങളുടെ രോഷം നമുക്ക് മനസ്സിലാക്കാം. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞ ഈ പോലീസുകാർ യവന്മാരെ കൈ കിട്ടണമായിരുന്നു. പോലീസുകാരന്റെ കൈ കിട്ടാതെ യവന്മാരെ കയ്യിൽ കിട്ടണമായിരുന്നു. വെച്ചേക്കില്ലായിരുന്നു. അത്രയ്ക്ക് ദേഷ്യം ഉണ്ടാവും. വെച്ചേക്കില്ലായിരുന്നു തണ്ടികളെ. യവന്റെയൊക്കെ ഞാൻ പറഞ്ഞ ഈ നിൽക്കുന്നുണ്ട്. അവൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് നിർത്തി നിന്ന് നിപ്പ് വേണ്ട. ആ കളവായി പരനാറി അടിച്ചവന്റെ അവന് ഒരു കുരുവില്ല. അവൻ ഇനി ജയിലിൽ നിന്ന് സുഖമായിട്ട് ഉണ്ടഴിച്ചങ്ങ് ജീവിക്കും. ഇനി നീയൊക്കെ തുറന്നു വിടറ, മാറികളെ തുറന്നു വിട്. ഒരു 4-5 കൊല്ലം അവനെ കൊണ്ട് ജയിലിട്ട് നീയൊക്കെ തുറന്നു വിട്. അടുത്ത ഇനി 3 ഉണ്ട് അവന്റെ ലിസ്റ്റില്. അത് അവരെയും കൂടി വെട്ടിക്കൊല്ലട്ട്.
വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലും, ഇത്തിരി പൈസയുള്ള, ഇത്തിരി രാഷ്ട്രീയ സ്വാധീനമുള്ള ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ നാറികൾ ഈ വില ഇത് ചെയ്യൂ. ആലോചിച്ച് നോക്കൂ. അവൻ അവിടെ നിന്ന് അവന് പരോള് കിട്ടിയപ്പോ, എന്തൊരു പരോള് കിട്ടിയപ്പോ ആ നാട്ടിൽ പോലെന്ന് വിലക്കിയതാ. എന്നിട്ടും തൊട്ടടുത്ത് അത് ഇവിടെ സംഭവിക്കുന്നത് എന്താ? നേരെ തിരിച്ചാ സംഭവിക്കുന്നത്. നമ്മളെ ആരെങ്കിലും കൊന്ന അവനെയാണ് തിരിച്ചു വെട്ടാൻ വേണ്ടിയില്ല കാത്തു നിൽക്കുന്നത്. എന്റെ അമ്മയെ വെട്ടിയ കൊലയാൾ തൊട്ടടുത്താണ്. പൊതുവെ സംഭവിക്കുന്നതാണ് അവരെ വെട്ടണം പ്രതികാരം തീക്കാൻ വേണ്ടിയിട്ട്. ഇത് വീണ്ടും പേടിച്ചിരിക്കുക. അവൻ വീണ്ടും വന്ന് വിട്ടു. അവൻ സൈക്കോ എന്ന് പറയുന്നു. എല്ലാവർക്കും പേടി. അവൻ ഏതോ മന്ത്രവാദി എടുത്ത് ചോദിച്ചപ്പോൾ തന്റെ ഭാര്യ യമന്റെ അടുത്ത് ഇറങ്ങിപ്പോയത് ഏതോ മുടി വളർത്തിയ പെണ്ണ് കാരണമെന്ന് ഏതോ ഒരു ജോത്സ്യം പറഞ്ഞു കൊടുത്തത്. ഏതാ മണ്ടം മണൂക്ക. ഏത് പെണ്ണിനാ മുടി വളർത്ത ഇല്ലാത്തത്? എല്ലാ പെണ്ണുങ്ങളും മുടി നീണ്ടല് കിടക്കുന്നത്. ഈ സൈക്കോയുടെ അടുത്ത് വേറെ ഏതോ സൈക്കോ പറഞ്ഞു കൊടുത്തു. അത് കാരണം തൊട്ടടുത്തുള്ള സജിതയാണ് ഇതൊക്കെ ചെയ്തെന്ന് പറഞ്ഞ് 2019 ഓടിച്ചിട്ട് വെട്ടിക്കൊന്നു ഇവിടെ ഈ നാറി. എന്നിട്ട് അവനെ ജയിലിൽ കൊണ്ട് യാതൊരു ഈ പറയുന്ന ആളൂര് പോലുള്ള കുറെ ഉണ്ടല്ലോ, കൊട്ടൂര എന്തൊരു ആളൂരാ, അവനൊക്കെ പോയി വാദിച്ച് ഇറക്കി വിട്ടതായിരിക്കും. നീ അടുത്തവനെയും കൂടി വെട്ടിക്കൊല്ലെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടായിരിക്കും. ഇനി അവന് വേണ്ടിയിട്ട് പക്കാലത്ത് പിടിച്ചോണ്ട് വാ കുറെ എണ്ണം, മറ്റേ പുരുഷ സംഘം എന്ന് പറഞ്ഞു വാ, ഇവന് വേണ്ടിയിട്ട് വക്കാലത്തും പിടിച്ചുകൊണ്ട് വാ. അടുത്ത മനസ്സിലായോ? കുറെ എണ്ണം കാണുമല്ലോ. ആളൂര്, ഓട്ടൂര്, തേങ്ങയോട് എന്ന് പറഞ്ഞ് കുറെ എണ്ണം വരും. പണം കിട്ടിക്കഴിഞ്ഞാൽ ഏവന്റെ മൂലം നക്കാൻ വേണ്ടിയിട്ട് കുറെ എണ്ണം ഉണ്ടാവും. എന്ത് വൃത്തികേട് ചെയ്യാൻ വേണ്ടിയിട്ടും കുറെ എണ്ണം ഉണ്ടാവും. എന്റെ സത്യം പറഞ്ഞ ആ പെൺകുട്ടികളെ കരച്ചിൽ കേട്ട് ഞാൻ സഹിക്കൂല കേട്ടോ. കണ്ണ് നിറഞ്ഞു പോണ്. ഇതുപോലൊരു ദുരന്തം ഈ ഇടയ്ക്കെവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2 പെൺകുട്ടിയുടെ കരച്ചിലിന് ആരാ ഉത്തരവാദി? ഈ സ്റ്റേഷനിലൂടെ എല്ലാത്തിനും പിരിച്ചുവിടണം ഞാൻ പറയണത്. എല്ലാത്തിനും ഇതിനുള്ള ശിക്ഷ കൊടുക്കണം. ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദി ഈ നിയമവും ഈ അവിടുത്തെ പോലീസുകാരനും. അത് ആരൊക്കെയാണ് ഇത് ചെയ്തത്? സ്വന്തം ഒരു മോളും തന്ത്യാനും കൂടി വന്ന് പറയുന്നത് നമ്മളെ വെട്ടിക്കൊല്ലു എന്ന് പറഞ്ഞ് ഒരുത്തന്നെ അവിടെ കത്തി രാവിക്കൊണ്ടിരിക്കണം എന്ന് പറയുമ്പോൾ അതിനൊരു ആക്ഷൻ എടുക്കാതെ അവനെ വിളിച്ച് ആ പെങ്കൊച്ചു പറഞ്ഞു കണ്ടോ, പോലീസ് അവിടുത്തെ വന്ന് പറഞ്ഞു നമ്മൾ പിടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ? പെൺകുട്ടിക്കാരെ നിങ്ങൾ പിടിച്ചിട്ട് എന്ത് ചെയ്യേ? ഒരാഴ്ച ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു 10 കൊല്ലം വീണ്ടും തിരിച്ചു പറഞ്ഞു വിടും. ആ വീണ്ടും വന്ന് വെട്ടിക്കൊല്ലും. പാറാറികളിയാണ്. ഒരു രക്ഷയില്ലാത്ത ഇത് സംഭവത്തിന്. ഇത് ഒരു തരത്തിലും ആ പോലീസ് സ്റ്റേഷൻ കത്തിക്കാത്തത് ഭാഗ്യോടെ ഈമാര്. ആ പോലീസ് സ്റ്റേഷൻ കത്തിക്കാത്തത് എന്തുമാത്രം രോക്ഷം ഉണ്ടായിരിക്കും, എന്തുമാത്രം വേവ് ഉണ്ടായിരിക്കും ഈ അവിടെയുള്ള ജനങ്ങൾക്ക്. നിങ്ങൾ ആലോചിച്ചു, നമുക്ക് ഇവിടെ നിന്ന് തന്നെ തരിച്ചു കയറുക. അവൻ അവിടെ നിന്ന് ഒരു കൂസലുമില്ലാത്ത പുച്ഛഭാവത്തിൽ ഞാൻ വെട്ടിക്കൊന്നടാ, നിനക്കിനി ചെയ്യാനുള്ള ചെയ്യും എന്നുള്ള പുച്ഛഭാവത്തിൽ അവൻ നെളിഞ്ഞു നിൽക്കുന്നു. നീ ഇടിച്ച് റെഡിയാക്കി കൊണ്ട് നിർത്താത്തണ്ടടാ. വന്ന് വീണെന്നെങ്കിൽ നിനക്കൊക്കെ പറയാറുന്നല്ലോ. വന്ന് പിടിച്ചപ്പോ തറത്തന്നെ വീണെന്ന് പറഞ്ഞെങ്കിലും പറയാറുന്നല്ലോ. നിനക്ക് അല്ലാതെ കൊച്ചു പാവം കണ്ട നേരെ കൊണ്ടുവന്ന് മറ്റേ കുതിര കയറ്റാനും മറ്റേ അവരെ പുറത്തൂടെ ലാത്തി ഉരുട്ടാനും ലാത്തി മറ്റേ ആസനത്തിൽ കൂടെ കയറ്റാനൊക്കെ നിനക്ക് അറിയാമല്ലോ. ഇവനെ നിനക്കൊക്കെ ഒന്നും ചെയ്യാൻ പറ്റൂല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അന്ന് കുറച്ചു ദിവസം മുമ്പ് ഉമ്മയെ വെട്ടി കൊന്നിട്ട് ഇങ്ങനെ ഫ്ലൈങ് കിസ് അടിച്ചോണ്ട് പോയല്ലോ ഒരുത്തനും. അവനെ ഇതുപോലെ തന്നെ ഒരു തേങ്ങയും ചെയ്തില്ല. അവനെ കൊണ്ട് ആ ഫ്ലൈങ് കിസ് അടിച്ചോണ്ട് അവന് കുറെ കാലം ജയിലിൽ കിടക്കും. ഒരു 5 കൊല്ലം അവനെ പുറത്തിറക്കും. അവൻ അടുത്ത ഉമ്മയെ വെട്ടിക്കൊല്ലും. അല്ലെ അവന്റെ സഹോദരി ആരെങ്കിലൊക്കെ വെട്ടിക്കൊല്ലണം. ഇവിടുത്തെ നിയമവും പോലീസും എന്റെ അമ്മ നമിച്ച് ഇത് ഏത് രീതിയിൽ എനിക്കിത് പ്രതികരിക്കണമെന്ന് സത്യം പറഞ്ഞാൽ അമ്മാതിരി വിഷമമുണ്ട് കേട്ടോ. ആ 2 പെൺകുട്ടികൾ എന്ത് ചെയ്യും നോക്കുക. അമ്മയില്ല, അച്ഛനില്ല, അച്ചാമ്മയും ഇല്ല, എല്ലാരും പോയി. അത് ഒരുത്തനാണ് വെട്ടിക്കുന്നത്. മുന്നേറെ പറയേണ് എന്റെ അച്ഛനെ കൊല്ലും, നമ്മളെ കൊല്ലും മുന്നേറെ വന്ന് ഈ പോലീസിന്റെ പടിയിൽ വന്ന് കേണപേക്ഷിക്കാണ്, കൈ കൂപ്പി പറയാണ് സാറേ നമ്മളെ രക്ഷിക്കണമെന്ന്. എന്നിട്ട് ക്രമാന്ന് ഒരു ആക്ഷൻ എടുത്തില്ല. മറ്റവനെ വിളിച്ച് തടയി വിട്ട് അവൻ പറയും ഇത്രയേ ഉള്ളൂ. അവൻ കാത്തു നിന്ന് അവന്റെ അച്ഛൻ വരണ സമയം കൊണ്ട് ഓട്ടിച്ചിട്ട് വെട്ടിക്കൊന്നു. ആ പെങ്കൊച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അവളെയും കൊന്നെ. ഇത് എന്തൊരു നിയമം! ഞാൻ പറയണ ഈ വ്യവനയില്ലേ, ഈ ചെന്താമര അവനെ കയ്യും കാലും കെട്ടി ഈ പെൺകൊച്ചുകളുടെ ഫ്രണ്ടിൽ കൊണ്ടിട്ട് കൊടുക്കണം. ഒരു നിയമം പോരുത്. ഈ പെൺകൊച്ചുകളുടെ ഫ്രണ്ടിൽ കയ്യും കാലും കെട്ടി കൊണ്ടിടണം. അവനൊക്കെ വെട്ടി കൊല്ലാനുള്ള പിന്നെ ദേഷ്യം അവർക്ക് കാണും. എത്ര വെട്ടിയാലും തീരാത്ത ദേഷ്യം അവർക്ക് കാണും. ഒരു നിയമം ഇതിൽ നിൽക്കരുത്. അതാണ് ഇവരെ കൊടുക്കാനുള്ള ശിക്ഷ. വേറെ ആരും ശിക്ഷ കൊടുക്കാനുള്ള ഈ 2 പെൺകുട്ടികളാണ്. ഈ 2 പെൺകുട്ടികളാണ് ശിക്ഷ കൊടുക്കാനുള്ളത്. അതിന്റെ ഇടയിൽ നിയമം വരരുത്. കയ്യും കാലും കെട്ടി പറ്റുമെങ്കിൽ ഞാൻ പറഞ്ഞ കയ്യും കാലും കെട്ടി എവരെ ഫ്രണ്ട് നീ ഒക്കെ ചെയ്യാനുള്ള ചെയ്തോ, നിന്റെയൊക്കെ സങ്കടം മൊത്തം ഇവനിൽ തീർക്ക് എന്നും പറഞ്ഞുകൊണ്ട് യവനെ കയ്യും കാലും കെട്ടി ഈ 2 പെൺകുട്ടികളുടെ ഫ്രണ്ടിൽ കൊണ്ട് എത്തിക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി വെട്ടാരിക്കാർ വെട്ടുന്നത്. അത്രയ്ക്ക് ദേഷ്യം അവർക്കുണ്ട്. അങ്ങനെ ഒരു അവസരം അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അങ്ങനെ ഒരു അവസരം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവര് പക തീർക്കുന്ന മറ്റേ ലെവലായിരിക്കും. അങ്ങനത്തെ പക തീർക്കണം.
ഇതെന്ത് ചെയ്യാൻ? ഇവർക്ക് എന്ത് കരഞ്ഞു തീർക്കും. അച്ഛനും പോയി, അമ്മയും പോയി, എല്ലാരും പോയി. പക്ഷെ കുട്ടികൾക്ക് ഇനി ആരുമില്ല. പോലീസുകാരുടെ അവനെ കൂടിപ്പോയ പോലീസുകാരെ സസ്പെൻഡ് ചെയ്യും. കുറച്ചു നേരം വരും അവൻ വരും. ലെവനല്ല അവിടെ കൊണ്ട് ഇനി അവന് വേണ്ടിയിട്ട് വാദിക്കാൻ വേണ്ടിയിട്ട് കുറെ എണ്ണം വരും. മനസ്സിലായോ? ഇനി അവൾ അങ്ങനെ ചെയ്തു, ഇവൻ വെട്ടിയത് ഇങ്ങനെ കൊണ്ടാണ്, അല്ലെങ്കിൽ അവൻ വന്നപ്പോൾ അവളെ തുണി സ്വപ്പം പൊങ്ങിയിരുന്നു, അല്ലെങ്കിൽ അവനെ തുണി വെക്കി കാണിച്ചു, അതുകൊണ്ടാണ് അവന് ദേഷ്യം വന്നത് എന്നും പറഞ്ഞ് ന്യായീകരണമായിട്ട് കുറെ തെണ്ടികൾ ഇറങ്ങും. ഏവനെയും ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് കുറെ നാറികൾ ഇവിടെ ഉണ്ട്. അവരൊക്കെ ഇറങ്ങും, ഇവനെ ന്യായീകരിക്കും. ഇതാണ് നടക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതിൽ കൂടുതൽ പറയണമെന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തൂ.